ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ രാജസ്ഥാൻ നഴ്സിംഗ് ട്യൂട്ടറിന്റെ 50 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ അതിനുശേഷം ബാക്കിയുള്ള ഒരു 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യന്റെ റിലേറ്റഡ് പോയിന്റ്സ് നമ്മൾ നോക്കുന്നുണ്ട്. പ്ലീസ് വാച്ച് ദ വീഡിയോ ഫുള്ളി. നിങ്ങൾക്ക് നഴ്സിംഗ് ട്യൂട്ടർ എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതുപോലെ സ്റ്റാഫ് നഴ്സ് എക്സാമിനും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. First question, autocratic teaching strategy is also known as option group discussion, project, lecture, brainstorming. Correct answer lecture ആണ്. Autocratic teaching strategy എന്ന് പറയുമ്പോൾ lecture method ഒരു autocratic teaching strategy ആണ്. Oldest teaching method ആണ്, നമുക്ക് എല്ലാം അറിയാം. ടീച്ചർ പഠിപ്പിക്കുന്നു, കുട്ടികൾക്ക് ഡിസ്കഷൻ ചെയ്യാനുള്ള അവിടെ ഒരു ഓപ്ഷൻ ഇല്ല. കുട്ടികൾ സംശയം ചോദിച്ചാലും മറുപടി പറയുന്ന ടീച്ചർമാർ കുറവാണ്. അതൊരു ഓട്ടോക്രാറ്റിക് ടീച്ചിങ് മെത്തേഡ് ആണ് ലെക്ചർ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ലെസേഴ്സ് വെയർ ടീച്ചിങ് മെത്തേഡ്. ലെസേഴ്സ് വെയർ ലീഡർഷിപ്പ് എന്നൊക്കെ പറയും. ആ ഒരു മെത്തേഡില് ടീച്ചർ എന്താണ്, ഈ ഓട്ടോക്രാറ്റിക്കില് ടീച്ചറാണ് തീരുമാനങ്ങൾ എടുക്കുന്നെങ്കിൽ ലെസേഴ്സ് വെയർ ലീഡർഷിപ്പിൽ ആരാണ്, അപ്പൊ സ്റ്റുഡൻസ് ആണെങ്കിൽ സ്റ്റുഡൻസ് തീരുമാനം എടുക്കും. അങ്ങനെ നേരെ ഓപ്പോസിറ്റ് ഉള്ള രീതിയാണ് ലെസേഴ്സ് വെയർ. അതിന്റെ സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഒരു ടീച്ചിങ് മെത്തേഡ് ഡെമോക്രാറ്റിക് ടീച്ചിങ് മെത്തേഡാണ് ഏറ്റവും നല്ലത്. ടീച്ചർ ഈ ഒരു ഡെമോക്രാറ്റിക് ടീച്ചിങ് മെത്തേഡിൽ ടീച്ചർ കുട്ടികളെ ഹെൽപ്പ് ചെയ്യും, ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ സഹായിക്കും. അതുപോലെ ടീച്ചർ ഒരു നേർവഴി കുട്ടികളെ നടത്തുന്ന രീതിയാണ് ഡെമോക്രാറ്റിക് ടീച്ചിങ് മെത്തേഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടേം ഈസ് യൂസ്ഡ് ഫോർ ദ ഇന്റർവ്യൂ ഈസ് ഓപ്ഷൻസ് ഗ്രൂപ്പ് കോൺഫറൻസ്, individual conference, health team conference, student team conference. Correct answer individual conference. The term is used for the interview. Interview നമുക്കറിയാം, ഇന്റർവ്യൂ പാനലിൽ 2-3 ആളുകൾക്ക് ചിലപ്പോൾ ഉണ്ടാവും. അതൊരു ഇൻഡിവിജ്വൽ കോൺഫറൻസ് ആണ്. ഒരാളും ഫേസ് ടു ഫേസ് ആയിട്ട് തീരുമാനം എടുക്കുന്നു, സംസാരങ്ങൾ ചോദിക്കുന്നു. അതാണ് ഇന്റർവ്യൂ, ഒരു ഇൻഡിവിജ്വൽ കോൺഫറൻസ് ആണെന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്നോവേഷൻസ് ഇൻ ടീച്ചിങ് മീൻസ് options develop new techniques in teaching, teaching process, involve students, teacher, only related to resources. പുറത്ത് മഴ പെയ്യുന്നുണ്ട്, ചിലപ്പോൾ ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവും, നിങ്ങൾ ക്ഷമിക്കുക. ഇന്നോവേഷൻസ് ഇൻ ടീച്ചിങ് മീൻസ് ഡെവലപ്പ് ന്യൂ ടെക്നിക്സ് ഇൻ ടീച്ചിങ്. ഇന്നോവേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡെവലപ്പ് ന്യൂ, അതിനാണ് ഇന്നോവേഷൻ എന്ന് പറയാം. അപ്പൊ ആ ഒരു മീനിങ്ങിൽ തന്നെ ഉണ്ട് അല്ലേ. അപ്പൊ ഓപ്ഷൻ വായിച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അവിടെ ആൻസർ ചെയ്യാൻ കഴിയും. ഇന്നോവേഷൻ എന്ന് പറയുമ്പോൾ ഡെവലപ്പ് ന്യൂ ടെക്നിക്ക്. ഹൗ മെനി എലിമെന്റ്സ് ആർ ദെയർ ഇൻ കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷനിൽ എത്ര എലിമെന്റ് ഉണ്ട്? 8 എലിമെന്റ്സ് ആർ ദെയർ ഇൻ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ സാധാരണ നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ ഏതൊക്കെയാണ്? സോഴ്സ് ഉണ്ട്, അതുപോലെ സെൻഡർ, റിസീവർ, ഫീഡ്ബാക്ക്. ഇത്രയും കാര്യങ്ങൾക്ക് നമുക്ക് അറിയാം. സോഴ്സ്, സെൻഡർ, റിസീവർ ഒരു ഫീഡ്ബാക്ക് തരും. ഒരു ചാനൽ ഉണ്ട്, സോഴ്സ്, സെൻഡർ, റിസീവർ, ചാനൽ, ഫീഡ്ബാക്ക്. അപ്പൊ അതിന്റെ കൂടെ തന്നെ എൻവയോൺമെന്റും ഉണ്ട്, കോണ്ടെക്സ്റ്റ്, അതുപോലെ ഇന്റർഫറൻസ്. ഇത്രയും കാര്യങ്ങളുണ്ട്. എൻവയോൺമെന്റ്, കോണ്ടെക്സ്റ്റ്, ഇന്റർഫറൻസ്, ഇത്രയും കാര്യങ്ങളുണ്ട്. എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക, എക്സാമിന് ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേഷൻ ഇൻ ടീച്ചിങ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ബിക്കോസ് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ options to know the individual progress, to take proper feedback, to determine further requirement, all of the above. Correct answer all of the above ആണ്. അപ്പൊ ഇവാലുവേഷൻ നമുക്കറിയാം ജഡ്ജ്മെന്റ് ആണ് ഇവാലുവേഷൻ. ഇപ്പൊ നമുക്ക് ഒരു ടീച്ചർ നമ്മളെ ജഡ്ജ് ചെയ്യുകയാണ്. ഇപ്പൊ നമ്മൾ ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുകയാണ്, ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നു, അപ്പൊ ഇവാലുവേറ്റ് ചെയ്യുന്നു, അപ്പൊ ഒരു നോളജ് ലെവലിൽ ടെസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ജഡ്ജ്മെന്റ് എന്നാണ്. അപ്പം നോ ദ ഇൻഡിവിജ്വൽ പ്രോഗ്രസ്, ടു ടേക്ക് എ പ്രോപ്പർ ഫീഡ്ബാക്ക്, ടു ഡിറ്റർമൈൻ ഫർദർ റിക്വയർമെന്റ്. അതെല്ലാം ശരി തന്നെയാണ്. അടുത്ത ചോദ്യം, അഡ്മിനിസ്ട്രേറ്റീവ് എലിമെന്റ്സ് പോസ്റ്റ് കോർപ്പ് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ. ഇവിടെ തെറ്റാനുള്ള ഒരു സാധ്യത ഉണ്ട്. പോസ്റ്റ് കോർപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്ക്രൈബ്ഡ് ബൈ ലുതർ ഗുള്ളിക്കാണ്. ഓപ്ഷനിൽ ഇവിടെ ഹെൻറി ഫയൽ ഉണ്ട്, അതുപോലെ ഫ്രെഡറിക് വിൻസ്ലോ ഉണ്ട്. അപ്പം പോസ്റ്റ് കോർപ്പ് ഡിസ്ക്രൈബ് ചെയ്തത് ലുതർ ഗള്ളിക്കാണ്. പോസ്റ്റ് കോർപ്പ് ഫുൾ ഫോം പറയുകയാണെങ്കിൽ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ്. പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ്. ലെതർ ഗള്ളിക്കാണ്. ഫാദർ ഓഫ് മാനേജ്മെന്റ് എന്ന് ചോദിച്ചാൽ ഹെൻറി ഫയലാണ്. ഫാദർ ഓഫ് മാനേജ്മെന്റ് ആരെന്ന് ചോദിച്ചാൽ ഹെൻറി ഫയൽ ആണ്. രണ്ടും തമ്മിൽ മാറിപ്പോരുത്.
അടുത്ത ചോദ്യം, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് മെയിൻലി കൺസേൺഡ് വിത്ത് ഓപ്ഷൻ സ്റ്റാഫ്, റിസോഴ്സസ്, ഇൻഫ്രാസ്ട്രക്ചർ, ബഡ്ജറ്റ്. കറക്റ്റ് ആൻസർ ബഡ്ജറ്റ് ആണ്. ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് മെയിൻലി കൺസേൺഡ് വിത്ത് ബഡ്ജറ്റ്. ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഒരു തുക, ഫൈനാൻഷ്യലി നമുക്ക് ആ ഒരു മാനേജ്മെന്റ്, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ക്ലിയർ ആണെങ്കിൽ നമ്മുടെ ബഡ്ജറ്റ് ക്ലിയർ ആയിരിക്കണം. ബഡ്ജറ്റ് ഉണ്ടെങ്കിലേ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് നടക്കുകയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് ഈസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഇൻ നേഴ്സിംഗ്. കറക്റ്റ് ആൻസർ ഇവിടെ ഓപ്ഷൻ ഓട്ടോക്രാറ്റിക് ഉണ്ട്, ഡെമോക്രാറ്റിക് ഉണ്ട്, ഡൊമിനേറ്റിംഗ് ഉണ്ട്, നൺ ഓഫ് ദ എബോവ് ഉണ്ട്. കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് അറിയാം, ഡെമോക്രാറ്റിക് ആണ്. അപ്പൊ നേഴ്സിംഗിൽ മാത്രമല്ല, ഏതൊരു ലീഡർഷിപ്പിലാണെങ്കിലും ഡെമോക്രാറ്റിക് ആണ്. അതായത് ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു, അതായത് നമ്മൾ ഡൗട്ടൊക്കെ ചോദിക്കാം, അങ്ങനത്തെ ഒരു ലീഡറോട് നമുക്ക് ഡൗട്ടൊക്കെ ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഓർഗനൈസേഷൻ ഓഫ് സ്കൂൾ ഓഫ് നഴ്സിംഗ് അക്കോർഡിംഗ് ടു INC നോംസ് ഫ്രം ടോപ്പ് ലെവൽ ടു ലോവർ ലെവൽ. ഇപ്പൊ ടോപ്പിൽ നിന്ന് ലോവറിലേക്ക് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ്: പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, ലെക്ചറർ, ക്ലിനിക്കൽ ഇൻസ്ട്രക്ടർ, പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, ട്യൂട്ടർ, ക്ലിനിക്കൽ ഇൻസ്ട്രക്ടർ, പ്രിൻസിപ്പൽ, ലെക്ചറർ, ട്യൂട്ടർ, പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, ക്ലിനിക്കൽ ഇൻസ്ട്രക്ടർ. കറക്റ്റ് ആൻസർ പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, ട്യൂട്ടർ, ക്ലിനിക്കൽ ഇൻസ്ട്രക്ടർ. ഈ ഒരു ഓർഡറിലാണ് നമുക്ക് INCയിൽ ടോപ്പ് ലെവൽ ടു ലോവർ ലെവലിലേക്ക് പോകുന്നത്. Next question, the type of communication which are very useful in nursing profession are options: verbal, non-verbal, verbal and non-verbal, none of the above. Correct answer, verbal and non-verbal. The type of communication which are very useful in nursing profession, verbal and non-verbal. രണ്ടും വേണം. വെർബൽ കമ്മ്യൂണിക്കേഷൻ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും ഉണ്ട്. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആണ് കൂടുതൽ നല്ലത് നേഴ്സിംഗിലൊക്കെ. വെർബൽ ആണെങ്കിൽ തന്നെ ഇപ്പോൾ ഡോക്ടർ ഓർഡർ പറയുകയാണെങ്കിൽ നമ്മളത് റിട്ടേണിലേക്ക് മാറ്റണം, ഡോക്ടറെ കൊണ്ട് എഴുതിക്കണം പിന്നീട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലോങ്സ്റ്റ് ആൻഡ് സ്ട്രോങ്സ്റ്റ് ബോൺ ഓഫ് ദ ഹ്യൂമൻ ബോഡി. ഓപ്ഷൻസ്: ഹ്യൂമറസ്, ടിബിയ, റേഡിയസ്, ഫീമർ. കറക്റ്റ് ആൻസർ ഫീമർ ആണ്. ഫീമർ ഈസ് ദ ലോങ്സ്റ്റ് ആൻഡ് സ്ട്രോങ്സ്റ്റ് ബോൺ ഓഫ് ദ ഹ്യൂമൻ ബോഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡെൽറ്റോയിഡ് മസിൽ ഈസ് ഫൗണ്ട് ഇൻ ഓപ്ഷൻസ്: അപ്പർ ലിംബ്, ലോവർ ലിംബ്, അബ്ഡമൻ, അപ്പർ ബാക്ക്. കറക്റ്റ് ആൻസർ അപ്പർ ലിംബാണ്. അപ്പർ ലിംബിലാണ് ഡെൽറ്റോയിഡ് മസിൽ ഉള്ളത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലൈഫ് സൈക്കിൾ ഓഫ് RBC ഈസ് ഓപ്ഷൻസ്: 60 days, 80 days, 90 days, 120 days. കറക്റ്റ് ആൻസർ 120 days ആണ് ലൈഫ് സൈക്കിൾ ഓഫ് RBC. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെനിഞ്ചസ് ആർ ദ കവറിംഗ് ഓഫ് ഓപ്ഷൻസ്: ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്, ലങ്സ്, കിഡ്നീസ്, ഹാർട്ട്. കറക്റ്റ് ആൻസർ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെൻട്രൽ നെർവസ് സിസ്റ്റം ഈസ് കൺസിസ്റ്റ് ഓഫ്, ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ മാത്രമേ വായിക്കുന്നുള്ളൂ, ഈസി ആയതുകൊണ്ടാണ്. ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചാമ്പേഴ്സ് ഓഫ് ദ ഹ്യൂമൻ ഹാർട്ട് ആർ 2 artery and 2 ventricles. നിങ്ങൾക്ക് അറിയുന്ന തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോർട്ടൽ സർക്കുലേഷൻ ഈസ് റിലേറ്റഡ് ടു ഓപ്ഷൻസ്: ബ്രെയിൻ, ഹാർട്ട്, ലങ്സ്, ലിവർ. പോർട്ടൽ സർക്കുലേഷൻ ലിവറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പോർട്ടൽ സർക്കുലേഷൻ ഈസ് എ സർക്കുലേഷൻ സർക്കുലേറ്റിംഗ് ബ്ലഡ് ഫ്രം ദ GI tract to the liver. GI tract നിന്ന് ലിവറിലേക്ക് പോകുന്ന സർക്കുലേഷൻ ആണ് പോർട്ടൽ സർക്കുലേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫുഡ് റിസർവോയർ ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റൊമക്ക്. സ്റ്റൊമക്കിലാണ് ഫുഡ് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ശേഖരിച്ച് വെച്ചിരിക്കുന്നത് സ്റ്റൊമക്കിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ലങ് ഈസ് ഡിവൈഡഡ് ഇൻടു ഓപ്ഷൻസ്: 1 lobe, 3 lobes, 2 lobes, 4 lobes. കറക്റ്റ് ആൻസർ 3 lobes ആണ്. റൈറ്റ് ലെഗ് 3 lobes ഉണ്ട്. ഇൻഫീരിയർ ലോബ് ഉണ്ട്, മിഡിൽ ലോബ് ഉണ്ട്, സുപ്പീരിയർ ലോബ് ഉണ്ട്. റൈറ്റ് ലെഗിനെ 3 ആയിട്ട് തിരിക്കുന്നു: ഇൻഫീരിയർ, മിഡിൽ, സുപ്പീരിയർ. ലെഫ്റ്റ് ലെഗിൽ 2 ലോബേ ഉള്ളൂ, ഇൻഫീരിയറും സുപ്പീരിയറും മാത്രമേ ഉള്ളൂ. അതൊന്ന് ഓർത്ത് വെക്കുക. ലെഫ്റ്റ് ലെഗിൽ 2 lobe ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിസർവോയർ ഓഫ് യൂറിൻ നോൺ ആസ് ബ്ലാഡർ. നമുക്കെല്ലാം അറിയുന്നതാണ്. റിസർവോയർ ഓഫ് യൂറിൻ ബ്ലാഡർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജോയിന്റ്സ് ഓഫ് സ്കൾ ആർ നോൺ ആസ് sutural joints. Joints of skull are known as sutural joints. Next question, dermaton is the part of options: bone, joint, muscle, skin. Correct answer skin ആണ്. dermaton is the part of skin. dermaton എന്ന് പറയുമ്പോൾ സെൻസറി നെർവ് ആ ഒരു സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിലേക്കും ലങ്സിലേക്കും ഒക്കെ പോകുന്ന സെൻസറി നെർവ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെർമറ്റോൺ ഏരിയയിൽ നിന്നാണ്, സ്കിന്നിലാണ് അതുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഗാസ്ട്രിക് ജ്യൂസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ liver, pancreas, stomach, intestine.
കറക്റ്റ് ആൻസർ സ്റ്റൊമക് ആണ്. ഗ്യാസ്ട്രിക് ജ്യൂസ് പ്രൊഡ്യൂസ്ഡ് ബൈ സ്റ്റൊമക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ തൈറോക്സിൻ ഹോർമോൺ ഈസ് സെക്രീറ്റഡ് ബൈ ഓപ്ഷൻസ് തൈറോയിഡ് ഗ്ലാൻഡ് ആണ് കറക്റ്റ് ആൻസർ. തൈറോക്സിൻ ഹോർമോൺ സെക്രീറ്റഡ് ബൈ തൈറോയിഡ് ഗ്ലാൻഡ്. Next question, the duration of cardiac cycle 1 second, 3 second, 6 second, 8 second. Correct answer 0.8 second ആണ്. 0.8 second ആണ് the duration of one cardiac cycle. എത്രയാണ്? 0.8 second. Next question, the nerve which is responsible for the vision is optic nerve. Optic nerve ആണ് vision. Olfactory smell ആണ്. Next question, the part of the ear which is responsible for maintaining balance of the body. Correct answer semilunar canals ആണ്. The part of the ear which is responsible for maintaining balance of the body semilunar canals ആണ്. Next question, normal tidal volume is 500 ml ആണ്. Normal tidal volume എത്രയാണ്? 500 ml ആണ്. Next question, anabolism means option storage of energy, breakdown of energy, mixing of energy in water, change of energy. Anabolism, that is storage of energy. Storage of energy, anabolism. What is catabolism? Catabolism എന്ന് പറയുമ്പോൾ the food particle, big particles ആണ്. Food particles big ആണെന്ന് കരുതുക. That will break down into smaller particles. And this energy used for our daily work. നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി, നമ്മുടെ ശരീരം പ്രവർത്തിക്കാൻ വേണ്ടി ഈ എനർജി യൂസ് ചെയ്യുന്നു. സോ ബിഗ് ഫുഡ് പാർട്ടിക്കിൾ ഈസ് ബ്രേക്ക് ഡൗൺ ഇൻ ടു സ്മോളർ ഫുഡ് പാർട്ടിക്കിൾ, ദെൻ ദിസ് ഈസ് യൂസ്ഡ് ആസ് എനർജി. ദാറ്റ് ഈസ് കോൾഡ് കാറ്റബോളിസം. കാറ്റബോളിസം എന്താണെന്ന് മനസ്സിലാക്കണം. അനബോളിസം സ്റ്റോറേജ് ഓഫ് എനർജി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൊലാക്റ്റിൻ ഹോർമോൺ ഈസ് ഹെൽപ്ഫുൾ ടു പ്രൊഡ്യൂസ് മിൽക്ക് ആണ്. മിൽക്ക് ആണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ ഡിസ്കസ് ചെയ്ത് വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.